ഹാലജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് രണ്ട് തരത്തിലാണുള്ളത്. ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസും അല്ലേ. ഹാലോ ആൽക്കെയിൻ എന്ന് പറയുമ്പോൾ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. എന്നാൽ ഹാലോ അരീൻ്റെ കേസിൽ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ഇനി പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ആദ്യമായിട്ട് നമ്പർ ഓഫ് ഹാലജൻ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസിനെയും ഹാലോ അരീൻസിനെയും ക്ലാസിഫൈ ചെയ്യുക എന്ന് നോക്കാം. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് number of halogen atoms. Depending on the number of halogen atoms in their structure, this halogen containing compounds, അതായത് halo alkanes and halo arenes, are classified into different types. They are mono, di, tri, poly, etc. അതായത് ഒരു ഹാലജൻ ആറ്റം ആണ് ഈ ഒരു കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആണെങ്കിൽ നമ്മളതിനെ മോണോ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. അത് ഹാലോ ആൽക്കെയിൻ ആണെങ്കിൽ മോണോ ഹാലോ ആൽക്കെയിൻ എന്നും ഹാലോ അരീൻ ആണെങ്കിൽ മോണോ ഹാലോ അരീൻ എന്നും വിളിക്കുന്നു. എന്നാൽ രണ്ട് ഹാലജൻ ആറ്റംസ് ആണ് പ്രസൻ്റ് എങ്കിൽ അതിനെ ഡൈ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. 3 ഹാലജൻ ആറ്റം ആണെങ്കിലോ ട്രൈ എന്ന് ഉപയോഗിക്കാം. 3ൽ കൂടുതൽ ഹാലജൻ ആറ്റംസ് വരുന്ന കോമ്പൗണ്ടുകളെയാണ് പോളി ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഇതിൽ 4 എണ്ണമാണെങ്കിൽ ടെട്ര എന്നും 5 ആണെങ്കിൽ പെൻറ്റ എന്നും 6 ആണെങ്കിൽ ഹെക്സ എന്നുമെല്ലാം റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് നമ്പർ ഓഫ് ഹാലജൻ ആറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹാലോ ആൽക്കെയിൻസിനെയും ഹാലോ അരീൻസിനെയും ക്ലാസിഫൈ ചെയ്യുന്നത്. ഇവിടെ ഹാലോ ആൽക്കെയിൻസിൻ്റെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് മോണോ ഹാലോ ആൽക്കെയിൻ. അതായത് C2H6 എന്ന ആൽക്കെയിനിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തുകൊണ്ട് C2H5X എന്ന് വന്നിരിക്കുന്നു. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ മോണോ ഹാലോ ആൽക്കെയിൻ. ഡൈ ഹാലോ ആൽക്കെയിൻ നോക്കൂ, 2 ഹാലജൻ ആറ്റംസ് ആണ് ഈ കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത് അല്ലേ. ട്രൈ എന്ന് പറയുമ്പോൾ 3 ഹാലജൻ ആറ്റംസ് പ്രസൻ്റ് ആയിരിക്കുന്നു. അതായത് ഈ ഒരു ആൽക്കെയിനിൽ നിന്നും ഓരോ ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തുകൊണ്ടും ഹാലജൻ ആറ്റം വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇവയെല്ലാം തന്നെ ആലിഫാറ്റിക് കോമ്പൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ മോണോ ഹാലോ ആൽക്കെയിൻ എന്നും ഡൈ ഹാലോ ആൽക്കെയിൻ എന്നും ട്രൈ ഹാലോ ആൽക്കെയിൻ എന്നും പറയാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഒരു ബെൻസീൻ റിങ് അല്ലെങ്കിൽ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ടിലേക്കാണ് ഇത്തരത്തിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാലജൻ ആറ്റം വരുന്നതെങ്കിൽ അവയെ നമ്മൾ ഹാലോ അരീൻസ് എന്ന് വിളിക്കുന്നു അല്ലേ. ഇവിടെ നോക്കൂ, ഒരു ബെൻസീൻ റിങ്ങിലെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഹാലജൻ ആറ്റം വന്നിരിക്കുന്നു. ഹാലജൻ ആറ്റത്തിനെയാണ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു മോണോ ഹാലോ അരീൻ എന്ന് വിളിക്കാം. അതുപോലെ തൊട്ടടുത്ത സ്ട്രക്ചറിൽ ഒരു ബെൻസീൻ റിങ്ങിൽ നിന്നും 2 ഹൈഡ്രജൻ ആറ്റംസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് 2 ഹാലജൻ ആറ്റംസ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഡൈ ഹാലോ അരീനാണ്. തൊട്ടടുത്ത സ്ട്രക്ചർ നോക്കൂ, ഈ ബെൻസീൻ റിങ്ങിലെ തൊട്ടടുത്തുള്ള 3 കാർബൺ ആറ്റങ്ങളിൽ നിന്നും ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാലജൻ ആറ്റം വന്നിരിക്കുന്നതായിട്ട് കാണാം. അതിനാൽ ഇതിനെ ട്രൈ ഹാലോ അരീൻ എന്ന് വിളിക്കാം. ഈ ഹാലജൻ ആറ്റംസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയിൽ ഏത് വേണമെങ്കിലും ആവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഹാലോ ആൽക്കെയിൻസിനെയും ഹാലോ അരീൻസിനെയും നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. മോണോ ഹാലോ ആൽക്കെയിൻസിൽ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ ഇത്തരം ഹാലോ ആൽക്കെയിൻസിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആൽക്കൈൽ ഹാലൈഡ് ഓർ ഹാലോ ആൽക്കെയിൻസ്. ആൽക്കൈൽ ഹാലൈഡ് ഓർ ഹാലോ ആൽക്കെയിൻസ് ആർ ഹാവിംഗ് ജനറൽ ഫോർമുല RX. അതായത് ഇത്തരം കോമ്പൗണ്ടുകളിൽ ഹാലജൻ ആറ്റം ഡയറക്റ്റ്ലി ഒരു കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാർബൺ ആറ്റംസ് എല്ലാം തന്നെ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം, ഇൻ ദിസ് കൈൻഡ് ഓഫ് കോമ്പൗണ്ട്സ് ഹാലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എൻ കാർബൺ ആറ്റം ഓഫ് എൻ ആൽക്കൈൽ ഗ്രൂപ്പ്. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ അറ്റാച്ച് ചെയ്യപ്പെട്ട കാർബണിനെയും അതുപോലെ തന്നെ ഹാലജൻ ആറ്റത്തിനെയും അടിസ്ഥാനപ്പെടുത്തി
ഇവയെ പ്രധാനമായിട്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്ന്. ഇങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യുക എന്ന് നോക്കൂ. ആദ്യത്തെ സ്ട്രക്ചർ നമുക്ക് കാണാം. ഹാലജൻ ആറ്റം അതായത് എക്സ് ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എ കാർബൺ ആൻഡ് ദിസ് കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു അനദർ കാർബൺ ഓഫ് ദിസ് ആൽക്കൈൽ പാർട്ട്. ഇവിടെ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഡയറക്ട്ലി ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനോട് മാത്രമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് പ്രൈമറി ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കാം. പ്രൈമറിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 പ്രൈം എന്ന ഇത് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ അടുത്ത സ്ട്രക്ചർ നോക്കൂ. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ 2 ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതായത് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 2 ആൽക്കൈൽ ഗ്രൂപ്പിലെ കാർബൺ ആറ്റംസുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഹാലോ ആൽക്കൈലിനെ 2 പ്രൈം എന്നുപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 2 മുകൾ ഭാഗത്ത് ഒരു ചെറിയ ഒരു വട്ടം കൊടുക്കുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 2 പ്രൈം എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേത് നോക്കൂ. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം 3 ആൽക്കൈൽ ഗ്രൂപ്പ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. R1, R2, R3 അല്ലേ, അല്ലെങ്കിൽ R ഡാഷ്, R ഡബിൾ ഡാഷ്, R ട്രിപ്പിൾ ഡാഷ് എന്ന് വിളിക്കാം. ഇങ്ങനെ 3 ആൽക്കൈൽ ഗ്രൂപ്പ്സിലെ കാർബൺ ആറ്റംസുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇത്തരം ഹാലോ ആൽക്കെയിൻസിനെയാണ് നമ്മൾ ടേർഷ്യറി ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കുന്നത്. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് 3 പ്രൈം എന്ന സിമ്പിളാണ്. ഇതാണ് കാർബണിൻ്റെ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് വരുന്ന ഹാലോ ആൽക്കെയിൻസിൻ്റെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഇവയെ നമ്മൾ കോമൺ ആയിട്ട് ഹാലോ ആൽക്കെയിൻസ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് വിളിക്കുന്നു. ഇവിടെ ജനറൽ ഫോർമുല പ്രത്യേകം ഓർക്കണം, RX. കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള മോണോ ഹാലോ കോമ്പൗണ്ട്സിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് അല്ലിലിക് ഹാലൈഡ്സ്. എന്താണ് അല്ലിലിക് ഹാലൈഡ്സ്? ഇൻ ദീസ് ഹാലൈഡ്സ് ദ ഹാലജൻ ആറ്റം is bonded to an sp3 hybridized carbon atom which is next to a carbon-carbon double bond. Such kind of halides we will call it as allylic halides. ഇവിടെ ശ്രദ്ധിക്കൂ, ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള sp3 hybridized carbon which is next to a carbon-carbon double bond. ഇങ്ങനെയുള്ള കാർബൺ-കാർബണിനെയാണ് നമ്മൾ അല്ലിലിക് കാർബൺ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ട sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഒരു അല്ലിലിക് കാർബണിന് തൊട്ടടുത്താണ്, അല്ലെങ്കിൽ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന് തൊട്ടടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്തരം ഹാലൈഡുകളെയാണ് അല്ലിലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ ആലിഫാറ്റിക്കും അല്ലെങ്കിൽ ലോങ് ചെയിൻ ആയിട്ടുള്ള മോളിക്യൂൾസും അതുപോലെ തന്നെ റിംഗ് ആയിട്ടുള്ള മോളിക്യൂൾസും പോസിബിൾ ആണ്. ആദ്യത്തെ സ്ട്രക്ചറിൽ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടുള്ള കാർബൺ CH2 കാർബൺ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ് കാർബൺ ആണ്. ഇത് തൊട്ടടുത്തിട്ടുള്ള ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലാണ് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. എന്നാൽ അടുത്തൊരു സ്ട്രക്ചർ നോക്കാം. എക്സ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു റിംഗ് കാർബൺ ആണ്. ഈ റിംഗ് കാർബൺ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ തൊട്ട് അടുത്ത പൊസിഷനിലാണ്. ഇത്തരം ഹാലൈഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലിലിക് ഹാലൈഡ്സ്. എന്നോട് പറയാം, the halogen atom is attached to an sp3 hybridized carbon which is next to a carbon-carbon double bond. It is called allylic carbon. ഒരു ഉദാഹരണങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, അവയും കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ കാണാം, ക്ലോറിൻ എന്ന് പറയുന്ന ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്കാണ്. ഈ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ 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 ഡബിൾ ബോണ്ടിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാലോ ആൽക്കെയിനെ നമുക്ക് അല്ലിലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ബ്രോമിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, വിച്ച് ഈസ് നെക്സ്റ്റ് ടു എ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. സോ ദിസ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ അല്ലിലിക് ഹാലൈഡ്സ്. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റംസ് ഉള്ള മോണോ ഹാലോ കോമ്പൗണ്ട്സിൻ്റെ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് ബെൻസിലിക് ഹാലൈഡ്സ്. എന്താണ് ബെൻസിലിക് ഹാലൈഡ്സ്? In these type of halides, the halogen atom is attached to a carbon which is attached to a benzene ring. അതായത് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബൺ ഒരു ആരോമാറ്റിക് റിങ്ങിൻ്റെ തൊട്ടടുത്ത പൊസിഷനിലാണെങ്കിൽ
അല്ലെങ്കിൽ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള പൊസിഷനിലാണെങ്കിൽ അത്തരം ഹാലൈഡുകളെയാണ് ബെൻസിലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് കാണാം 2-3 ഉദാഹരണങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റം ഒരു ബെൻസീൻ റിങ്ങിൻ്റെ അല്ലെങ്കിൽ ബെൻസിലിക് കാർബണിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് ഇതൊരു ബെൻസിലിക് ഹാലൈഡിന് ഉദാഹരണമാണ്. ഈ ബെൻസിലിക് ഹാലൈഡിനെയും പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്ന് തരംതിരിക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡയറക്റ്റ്ലി ഒരു ബെൻസീൻ റിങ്ങുമായിട്ട് മാത്രമേ അറ്റാച്ച്മെൻ്റ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനെ പ്രൈമറി ബെൻസിലിക് ഹാലൈഡ് എന്ന് വിളിക്കാം. അടുത്ത കേസിൽ നോക്കൂ, ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ 2 കാർബൺ ആറ്റംസ് ആയിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. CH3 കാർബണും അതുപോലെ തന്നെ ബെൻസീൻ റിങ്ങിലെ കാർബണും. അതുകൊണ്ട് ഇതിനെ നമുക്ക് സെക്കൻഡറി എന്ന് കൺസിഡർ ചെയ്യാം. ഇതിലെ ഒരു കാർബൺ ആറ്റം ബെൻസീൻ റിങ്ങിലെ കാർബൺ ആറ്റം ആയതുകൊണ്ട് തന്നെ സെക്കൻഡറി ബെൻസിലിക് ഹാലൈഡ് എന്ന് വിളിക്കാം. അടുത്തതായിട്ട് നോക്കിയാൽ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഇതാണ് അല്ലേ. ഈ കാർബൺ ആറ്റം 3 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിൽ ഒരെണ്ണം എന്താണ്? ബെൻസീൻ റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ടേർഷ്യറി ബെൻസിലിക് ഹാലൈഡ് എന്ന് വിളിക്കാം. പ്രൈമറി ഹാലൈഡിൻ്റെയും സെക്കൻഡറിയുടെയും ടേർഷ്യറിയുടെയും ഓരോരോ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ക്ലോറിനാണ് ഇവിടുത്തെ ഹാലജൻ ആറ്റം. ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബൺ അത് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇത് ഒരു ബെൻസീൻ റിങ്ങിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ബെൻസിലിക് ഹാലൈഡ് എന്ന് വിളിക്കാം. ആദ്യത്തേത് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പ്രൈമറി ബെൻസിലിക് ഹാലൈഡ്. ഇവിടെ ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റം മറ്റ് 2 കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിലൊരെണ്ണം ബെൻസീൻ റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് സെക്കൻഡറി ബെൻസിലിക് ഹാലൈഡ് എക്സാമ്പിളായിട്ട് കണക്കാക്കാം. അടുത്തത് നോക്കൂ, ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന കാർബൺ 3 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിലൊന്ന് എന്താണ്? ബെൻസീൻ റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ടേർഷ്യറി ബെൻസിലിക് ഹാലൈഡിന് ഒരു ഉദാഹരണമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇത്തരത്തിൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റമുള്ള മോണോ ഹാലോ കോമ്പൗണ്ട്സിൻ്റെ 3 പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തേത് ഹാലോ ആൽക്കെയിൻ ഓർ ആൽക്കൈൽ ഹാലൈഡ്, രണ്ടാമത്തേത് അല്ലിലിക് ഹാലൈഡ്, മൂന്നാമത്തേത് ബെൻസിലിക് ഹാലൈഡ്. ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൻ്റെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. ഇവിടെ ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദ എക്സ് ബോണ്ട്. അതായത് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ, sp2 ഹൈബ്രിഡൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്കാണെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഇവിടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വിനൈലിക് ഹാലൈഡ്സ്. എന്താണ് വിനൈലിക് ഹാലൈഡ്സ്? ഇൻ ദീസ് ഹാലൈഡ്സ് ദ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദ ഹാലജൻ ആറ്റം ഈസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വിനൈലിക് കാർബൺ. അതായത് ഇവിടെ നോക്കൂ, ഹാലജൻ ആറ്റം ഡയറക്റ്റായിട്ട് ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്കാണ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഇതിനെയാണ് വിനൈലിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ വിനൈലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഹാലജൻ ആറ്റമായിട്ടുള്ള എക്സ് ഡയറക്റ്റ്ലി ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെയാണ് വിനൈലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെ റിംഗ് സ്ട്രക്ചറിലും പോസിബിൾ ആണ്. അതായത് ഹാലജൻ ആറ്റം ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത്തരം ഹാലൈഡുകളെ വിനൈലിക് ഹാലൈഡ്സ് എന്നാണ് വിളിക്കുക. ഒരു ഉദാഹരണം ഇങ്ങനെയാണ് എഴുതുക: CH2 ഡബിൾ ബോണ്ട് CHCl. ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ഇവിടെ ഹാലജൻ ആറ്റമായിട്ടുള്ള ക്ലോറിൻ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വിനൈലിക് ഹാലൈഡിന് എക്സാമ്പിളാണ്. ഇതിനെ നമുക്ക് വിനൈലിക് ക്ലോറൈഡ് എന്ന് വിളിക്കാം. മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു ക്ലോസ്ഡ് റിംഗ് സൈക്ലിക് സ്ട്രക്ചർ ആണെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ. അതായത് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് റിങ്ങിലുള്ള കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്കാണ്. ഇത്തരം ഹാലൈഡുകളെയാണ് നമ്മൾ വിനൈലിക് ഹാലൈഡ് എന്ന് വിളിക്കുന്നത്. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്
അറൈൽ ഹാലൈഡ്സ് ആണ്. എന്താണ് ഈ അറൈൽ ഹാലൈഡ്സ്? ഇവിടെ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഇറ്റ് ഈസ് ദ കാർബൺ ഓഫ് എൻ ആരോമാറ്റിക് റിംഗ്. അതായത് ഒരു ആരോമാറ്റിക് റിങ്ങിലുള്ള കാർബണിനോടാണ് ഡയറക്ട്ലി ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം ഹാലൈഡുകളെയാണ് അറൈൽ ഹാലൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഈ അറൈൽ ഹാലൈഡ്സുകളെ ഹാലോ അരീൻസ് എന്നും പറയാം. ഇവിടെ നോക്കൂ, ഹാലജൻ ആറ്റം ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ബെൻസീൻ റിങ്ങിലെ അല്ലെങ്കിൽ ആരോമാറ്റിക് റിങ്ങിലെ കാർബണിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഹാലൈഡുകളെ അറൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ അരീൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ബെൻസീനിന് ഏതെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റുവൻസ് ഉണ്ടെങ്കിലും അവയെയും നമ്മൾ ഹാലോ അരീൻസ് എന്ന് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതിനാൽ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? വിനൈലിക് ഹാലൈഡ്സും അതുപോലെ തന്നെ അറൈൽ ഹാലൈഡ്സും. ഹാലജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൻ്റെ അടുത്ത ഒരു തരമാണ് കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ. sp ഹൈബ്രിഡൈസ്ഡ് കാർബണിലേക്ക് ഡയറക്റ്റ്ലി ആയിട്ടാണ് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്യപ്പെടുക. അത്തരത്തിലുള്ള കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകതകളൊന്ന് നോക്കൂ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ഹാലജൻ ആറ്റം ഇസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ നമുക്ക് കാണാം ഈതൈൻ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഈതൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്നും ഒരു എച്ച് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹാലജൻ ആറ്റം വന്നിരിക്കുന്നു. ഇവിടെ ഹാലജൻ ആറ്റം കാർബൺ ട്രിപ്പിൾ ബോണ്ടുമായിട്ടാണ് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത്തരം കോമ്പൗണ്ടുകളിൽ കാർബൺ ഒരു sp ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അതിനൊരു എക്സാമ്പിളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. CH3C ട്രിപ്പിൾ ബോണ്ട് CCl. ഇവിടെ ക്ലോറിൻ എന്ന് പറയുന്ന ഹാലജൻ കാർബൺ ട്രിപ്പിൾ ബോണ്ടിലേക്കാണ് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ കാർബൺ ആറ്റം ഒരു sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റമാണ്.